നമസ്കാരം സർ. നവീൻ ബാബു കേസിൽ കൊടും ചതി നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് ആ കുടുംബം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നീതി കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് നീതി കിട്ടിയില്ല. അതിനെതിരായിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ അവർ സമീപിക്കുന്നു. സുപ്രീം കോടതിയിൽ പോകാൻ കുറച്ച് സമയത്തിൻ്റെ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിൽ ഇവർ ഏർപ്പാടാക്കിയ വക്കീൽ തന്നെ ഇവരെ ചതിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീകുമാർ, സാറിനൊക്കെ അറിയാമായിരിക്കും, ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ് ശ്രീകുമാർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം CPM വേണ്ടി വിടുപണി ചെയ്തു, ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്നൊരൊറ്റ വാചകത്തിലൂടെ ഈ കേസിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തിനാണ് ഇത്തരം നാറിയ പണികൾ എടുക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇതൊരു ഭീകരമായ അട്ടിമറിയാണ്. സത്യത്തിൽ ഈ ഒരു കോർട്ട് റൂം സബോട്ടാഷ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം. കാരണം അപ്രതീക്ഷിതമായി ഒരു കക്ഷിക്കാരെ അവരുടെ പിറയിലില്ലാത്ത ഒരു കാര്യം വക്കീൽ കോടതിയിൽ നാടകീയമായി പറയുകയും അതോടെ ആ കേസിൻ്റെ മെരിറ്റ് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. കാരണം CBI അന്വേഷണം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസിയാണ്. സംസ്ഥാനത്തിന് നിയന്ത്രണമില്ലാത്ത ഒരു ഏജൻസി അന്വേഷിച്ചാലേ ഈ കേസ് ഇതിൻ്റെ വസ്തുത അറിയാൻ പറ്റൂ എന്ന് പരാതിക്കാരിക്ക് അറിയാം. എന്നിരിക്കെ അവർ വിശ്വാസമർപ്പിച്ച അഭിഭാഷകൻ അവരുടെ അപേക്ഷയിലില്ലാത്ത ഒരു ആവശ്യം പറയുക വഴി കേസിൻ്റെ ഗതി തന്നെ തകർത്തു കളഞ്ഞു. അതെ. അപ്പോൾ ആ ഒരു ദുസ്ഥിതിയിൽ അവർക്ക് ചെയ്യാവുന്നത് അഭിഭാഷകനിൽ അവിശ്വാസം രേഖപ്പെടുത്താം. ഇതിനകം ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഗവൺമെൻറ് എപ്പോഴും ആ കുടുംബത്തോട് സിമ്പതി പ്രകടിപ്പിക്കുകയും പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ CPM നേതൃത്വം ഇത് നവീൻ്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും അതേസമയം കണ്ണൂരിലെ CPM ജില്ലാ നേതൃത്വവും അവിടുത്തെ നേതാക്കളും സംസ്ഥാനത്തെ നേതാക്കളിൽ ഭൂരിഭാഗവും കണ്ണൂർക്കാരാണ്. അവരെല്ലാം തന്നെ സാവകാശം നവീൻ ബാബു ഒരു കുറ്റവാളിയാണ് എന്ന് വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് പൊതു ട്രെൻഡ് ഇല്ല, മാർക്കാന്റണിയുടെ പ്രസംഗം പോലെയാണ്. ബ്രൂട്ടസിനെ ന്യായീകരിച്ച് ബ്രൂട്ടസ് കൊല്ലപ്പെടേണ്ടവനാണെന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു മാർക്കാന്റണി സൊറേഷൻ ട്രിക്കാണ് ഇവരിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ അഭിഭാഷകൻ്റെ ഉരുണ്ടുകളിയല്ല, കടകം തിരിയും. അപ്പോൾ അത് ഒരു വലിയ അട്ടിമറിയാണ്. ഇതാണ് നമ്മൾ കോർട്ട് റൂം സബോട്ടാഷ് എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാവുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ അവർ കൂടുതൽ വിശ്വാസയോഗ്യനായ ഒരു കോമ്പിറ്റൻ്റ് ലോയർ ഈ കേസ് ഏൽപ്പിക്കേണ്ടി വരും. അങ്ങനെ വന്നാലേ ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അവരുടെ അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോകണം. അപ്പോൾ അതിന് പറ്റിയ അഭിഭാഷകനെ അവർ ഏർപ്പെടുത്താൻ നിർബന്ധിതമാകും. അപ്പം അത് ഒരു വശം, അതവിടെ നിൽക്കട്ടെ, അതവർ ആലോചിച്ച് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതിൽ ഈ തരം തറവേലകളും അട്ടിമറികളും നടത്താൻ എന്താണ് കാരണം? അപ്പം നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണോ ആത്മഹത്യ ആണോ എന്ന കാര്യത്തിലുള്ള ജനങ്ങളുടെ സംശയം കൂടുതൽ ബലപ്പെടുന്നു. ഇങ്ങനെ ഈ കേസിൽ ഇത്രയും ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെയും ദുസ്വാധീനം ഉപയോഗിക്കണമെങ്കിൽ അതിന് തക്കതായ തൽപര കക്ഷികൾക്ക് തൽപതായ കാരണമുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ആത്മഹത്യ അല്ല, അതിനുപരി കൃത്യമായി പ്രതികളുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകമാകാനാണ് സാധ്യത. അതൊരു കേന്ദ്ര ഏജൻസി നിഷ്പക്ഷമായി അന്വേഷിക്കാൻ ഇടവന്നാൽ ആ വസ്തുത പുറത്തു വരും എന്ന് ഇതിലെ തൽപര കക്ഷികൾ ഭയപ്പെടുന്നു. സർ, ഇതിൽ 1-2 കാര്യങ്ങൾ. അതായത് നമ്മളൊരു അഭിഭാഷകനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് നീതി എന്ന് പറയുന്നത് കോടതികളിൽ നിന്ന് കിട്ടേണ്ടതാണ്. ആ കോടതികളിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടി നമ്മളൊരു അഭിഭാഷകനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിനാണ് കോടതി വഴിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. നിയമപരിജ്ഞാനം ഇല്ലാത്ത ഭൂരിഭാഗം ആളുകൾക്കും നിയമപരിജ്ഞാനം ഇല്ല എന്നത് സത്യം തന്നെയാണ്. കോടതികളിലെ നടപടിക്രമങ്ങളോ അവരെന്ത് പറയുന്നു എന്നൊന്നും നമുക്കറിയില്ല. പലരും വക്കീലിനെ ഏൽപ്പിച്ച് അവർ മാറി നിൽക്കാറാണ് പതിവ്. പക്ഷേ ഈ അഡ്വക്കേറ്റിൻ്റെ കയ്യിലാണ് ഒരാളുടെ നീതിയും ജീവിതവും ജീവനും ഒക്കെ നിൽക്കുന്നത്. ഈ പറയുന്ന നീതി വാങ്ങിക്കൊടുക്കേണ്ട ആൾ തന്നെ ഇത്തരം ഒരു വൃത്തികെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് വല്ലാത്ത രീതിയിലേക്ക് ഇവിടുത്തെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നില്ലേ എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വന്നിട്ട് പറഞ്ഞു PP ദിവ്യ തെറ്റ് ചെയ്തിട്ടുണ്ട്. ജയരാജൻ പറയുന്നു PP ദിവ്യയുടെ അവസാനത്തെ വാക്കുകളാണ്
നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പി ദിവ്യ പറഞ്ഞ അവസാനത്തെ വാക്കാണ് എന്ന് ജയരാജൻ ജ്യോത്സ്യം വെച്ച് കണ്ടുപിടിച്ചതാണോ എന്ന ചോദ്യങ്ങളും അതിനിടയിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പി ദിവ്യ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതും ഇതും അതുപോലെ തന്നെ കോടതിയിൽ ഈ അഭിഭാഷകനെ സ്വാധീനിക്കാൻ അടക്കം ശ്രമിച്ചതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഇതിൽ തോന്നുന്നില്ലേ? ഈ ആത്മഹത്യ എന്ന വാക്ക് ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ കേസിൽ ദുരൂഹ മരണം എന്നാണ് നമ്മൾ തൽക്കാലം സേഫായിട്ട് പറയാവുന്ന ഒരു പ്രയോഗം. ഇത് ആത്മഹത്യ അല്ല. കാരണം ഇത് ആത്മഹത്യയാണെന്ന് പറയേണ്ടത് തുടക്കം മുതൽ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന CPM ആണ്. ഇതിന് ഒരു ആത്മഹത്യ തിയറി ഈ നവീൻ ബാബുവിൻ്റെ പിന്നെ മരണം ആത്മഹത്യ ആക്കേണ്ടത് ഇതിലെ തൽപരകക്ഷികളുടെ ആവശ്യമാണ്. ഇതിനൊരു ആത്മഹത്യ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ആണ് ദിവ്യ അവിടെ ക്ഷണിക്കപ്പെടാത്ത യാത്രയപ്പ് പോയതെന്ന് പറഞ്ഞാൽ അത് ഒട്ടും തെറ്റല്ലല്ലോ. അതെ, സംശയിക്കാമല്ലോ അങ്ങനെ. അപ്പോൾ ഒരു ആത്മഹത്യക്കുള്ള പശ്ചാത്തലം തലേ ദിവസം തന്നെ ഒരുക്കി, എന്നിട്ട് അദ്ദേഹത്തെ രാത്രി വകവരുത്തി എന്ന് കരുതുക. വകവരുത്തി നമുക്ക് ഒരു പ്രസംഗം കേട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിനകത്ത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. അതൊരു കോമ്പിറ്റൻ്റ് എൻക്വയറി ഓഫീസറുടെ സൂക്ഷ്മമായ അന്വേഷണത്തിൽ മാത്രം വെളിവാകേണ്ടതാണ്. ഒരു വാക്കും ഒരു പ്രയോഗവും കേട്ട് ദുർബലനായി ജീവിതം അവസാനിപ്പിക്കുന്ന ആളായിരുന്നോ, അയാളുടെ കഴിഞ്ഞകാല പെരുമാറ്റം അനുസരിച്ച്, അയാളുടെ ബിഹേവിയറൽ, അയാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നവീൻ ബാബു ഉപോത്ബലകമായ എന്തെങ്കിലും സംഭവം മുൻകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടോ? അയാളുടെ സൈക്കോളജിക്കൽ ബാലൻസ് എങ്ങനെയായിരുന്നു? ഇത്തരം ശാസ്ത്രീയമായ തെളിവുകൾ എടുക്കാൻ ലഭ്യമായ സാധ്യതകളെല്ലാം ഉപയോഗിക്കണം. അതിനൊക്കെ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള എൻക്വയറി ഓഫീസർ വരണം. അത് ദൗർഭാഗ്യവശാൽ നിലവിൽ ഇതിനെ ആത്മഹത്യാ തിയറിയാക്കാൻ ഉത്സാഹിക്കുന്ന ഭരണകൂടവും നിലവിലെ ഭരണകൂടത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയും അത് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെടുന്ന പോലെ ഇതൊരു കേന്ദ്ര ഏജൻസി, അതായത് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും കുറ്റാന്വേഷണത്തിലെ കോമ്പിറ്റൻ്റായ ഏജൻസിയായ CBI വരണം എന്ന് പറയുന്നത്. ആ CBI വേണ്ട എന്ന് അവരുടെ അഭിഭാഷകൻ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പറഞ്ഞാൽ അത് അട്ടിമറിയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇത് CBI വരണം എന്നതും അത് അനുവദിക്കുന്നത് വരെ അവർക്ക് നിയമപരമായി പോരാടാവുന്ന എല്ലാ വഴികളും അവർക്ക് ഉപയോഗിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവരുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞ വാർത്തകൾ, ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് മഞ്ജുഷ പറഞ്ഞെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം പലരും ന്യൂസിലൊക്കെ വന്ന് പറഞ്ഞു. കാരണം അങ്ങനെ അല്ലല്ലോ കേരളം ചിന്തിക്കുന്നത്. ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം വരണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഒരിക്കലും കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ ക്രൈംബ്രാഞ്ചോ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT അവരും ഈ ക്രൈംബ്രാഞ്ചും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. മാത്രമല്ല കണ്ണൂരിലെ ശ്രീജിത്ത് കോടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്തത്. ഇദ്ദേഹം CPMൻ്റെ ഒരു അടിമ ഓഫീസറാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരായി കൊണ്ടുവരുന്ന വലിയ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കേസിനകത്ത് ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവസാനം ചോദിച്ചത്, നിങ്ങൾക്ക് ഇതെന്തുകൊണ്ട് ഇനിയും CBI അന്വേഷണത്തിന് വിടണമെന്ന് പറയാൻ ഒരുപക്ഷെ അഡ്വക്കേറ്റിന് അവിടെ കൃത്യമായി പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കണം. കാരണം ഇല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവസാനം ചോദിക്കേണ്ടതില്ല. വീണ്ടും ആവർത്തിച്ചു എന്തിന് ഇത് CBI അന്വേഷണത്തിന് വിടണമെന്ന്. അതിനിടയിലാണ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന് പറയുന്നത്. ഇത് കേട്ട് ആദ്യം മഞ്ജുഷയുടെ കുടുംബം ഇത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇത് അറിഞ്ഞപ്പോൾ അവർ വല്ലാതെ സങ്കടപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും അവർ ഒരു നീതിക്ക് വേണ്ടി അവരേതറ്റം വരെയും പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ കേസിൻ്റെ തുടക്കം മുതൽ, കാരണം നവീൻ ബാബുവിൻ്റെ അനുജൻ, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ഒരു അഭിഭാഷകനാണ്. അതെ അതെ. ആദ്യ ദിവസം നമ്മൾക്ക് അദ്ദേഹത്തെ ഇതിൻ്റെ മുൻപന്തിയിൽ കണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരോ ഈ കേസിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമോ ഒന്നും നമ്മൾ അറിയത്തക്ക വിധം കാണുന്നില്ല. ആ കുടുംബത്തോട് CPM ഭയങ്കരമായ സ്നേഹവായ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കാവുന്ന എല്ലാ വശങ്ങളും പാർട്ടി ഇതിലെ തൽപരകക്ഷികൾ ഉപയോഗിക്കുന്നുമുണ്ട്.
അപ്പോൾ ആ നിരക്ക് ഈ അട്ടിമറി അവർ നേരത്തെ പ്രതീക്ഷിക്കേണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം, അതായത് ക്രൈംബ്രാഞ്ച് ആയാലും മതി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആവശ്യം ഇവരുന്നയിച്ചപ്പോൾ നമ്മൾ പൊതുസമൂഹം അമ്പരന്ന് പോയി. സത്യത്തിൽ പിന്നെ അവരെന്തിനാണ് ഈ കേസും കൊണ്ടുപോയത് എന്ന ഒരു അർത്ഥത്തിലേക്ക് അവരെ തന്നെ നെഗേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടു. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു, ഇത് അട്ടിമറിയായിരുന്നു എന്ന് ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇനിയും അവർ ഒരു തഹസീൽദാറുടെ ഉദ്യോഗം വഹിക്കുന്ന ആ ലേഡി ഇനിയും ധൈര്യത്തോടും സ്ഥൈര്യത്തോടും ഇതിൽ നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ അവർക്ക് ഇത്രയും പൊതു പിന്തുണ ഉണ്ടായിട്ടും അവർക്ക് ധൈര്യസമേതം വരാൻ പറ്റാത്തത് അവർ സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ആ സർക്കാർ ഉദ്യോഗസ്ഥ എന്നതിനെ വിസ്മരിച്ചുകൊണ്ട് അവർ ഒരു വിധവ എന്ന നിലയിൽ നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ ജീവൻ എങ്ങനെയാണ് അപഹരിക്കപ്പെട്ടത് എന്നതിൻ്റെ സത്യം അറിയുവാനുള്ള ഒരു ധീരത അവർ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും.